Let's just pray. Father, we thank you for this time. പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. We are here because of you, Lord. അങ്ങ് കാരണം ഞങ്ങൾ ഇവിടെ ആകുന്നു. You gave us a time, you gave us one more Sunday to come before your presence. അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുവാൻ അങ്ങ് ഒരു ഞായറാഴ്ച കൂടെ ഞങ്ങൾക്ക് നൽകി. And without your presence, Lord, we really don't want to be here. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾ ഇവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. Without your presence, I have no purpose to be on the stage, Lord. അങ്ങയുടേതായിട്ടുള്ള സാന്നിധ്യമില്ല എങ്കിൽ ഈ വേദിയിലായിരിക്കാൻ എനിക്ക് യാതൊരു പദ്ധതിയുമില്ല. Therefore, we welcome the Holy Spirit. അതുകൊണ്ട് ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുന്നു. You are the preacher, Lord. അങ്ങ് ഇവിടുത്തെ പ്രസംഗകനാകുന്നു. We are just the voice. ഞങ്ങൾ അങ്ങയുടേതായിട്ടുള്ള സ്വരം മാത്രമാകും. We are just the mouth speaking in the stage. ഇന്ന് ഈ വേദിയിൽ സംസാരിക്കുന്ന അധരങ്ങൾ മാത്രമാകുന്നു ഞങ്ങൾ. Just like John the Baptist was a voice crying in the wilderness. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ എപ്രകാരം ഒരു ശബ്ദമായിരുന്നുവോ അതുപോലെ. In Jesus' mighty name we pray. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Amen. ആമേൻ. I have a very good message today from the Lord for all of you. ഇന്ന് ദൈവത്തിൽ നിന്ന് വളരെ നല്ലൊരു സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. John 1 verse 14 says like this. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. And the word became flesh and dwelt among us, and we beheld the glory as of the only begotten of the Father, full of grace and full of truth. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. The English Bible says the word became flesh and dwelt among us. തിരുവചനം അതായത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെ ആകുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുകയാണ്. But the Greek word used for dwell is a word called eskenosen. എന്നാൽ എസ്കിനോസൻ എന്നുള്ള പദമാണ് യവനപദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. It actually means, eskenosen actually means the word pitch a tent. അതിന്റെ അർത്ഥം, അതായത് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കൂടാരം അടിച്ചു പാർക്കുക എന്നുള്ളതാണ്. Or the word tabernacled. അല്ലെങ്കിൽ സമാഗമന കൂടാരം എന്ന അർത്ഥമാക്കുന്നതായിട്ടുള്ള ആ പദം. So just now let's read once again John 1:14. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. And the word became flesh and tabernacled among us. വചനം ജഡമായി തീർന്ന നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു പാർത്തു. And we beheld his glory. അങ്ങനെ ഞങ്ങൾ ആ ഏകജാതനായവന്റെ തേജസ്സ് കണ്ടു. The glory as of the only begotten of the Father, full of grace and truth. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ഞങ്ങൾ അവന്റെ തേജസ്സ് പിതാവിൽ നിന്ന് കണ്ടു. The Bible says the word of God tabernacled among the people of God. തിരുവചനം പറയുകയാണ്, ദൈവജനത്തിന്റെ ഇടയിൽ ദൈവവചനം കൂടാരമടിച്ചു പാർക്കുകയാണ്. And when that word became tabernacle, ആ വചനം അങ്ങനെ കൂടാരമടിച്ചു പാർത്തപ്പോൾ the Bible says the fullness of God's glory came down. തിരുവചനം പറയുകയാണ്, ദൈവ തേജസ്സിന്റെ പൂർണ്ണത അവിടെ വരികയുണ്ടായി. Oh, his truth and the grace of God is now revealed. കൃപയും സത്യവും നിറഞ്ഞ അനുഭവം. It was a meeting point of the word of God and the glory of God. അവിടെ ദൈവവചനത്തിന്റെയും ദൈവ തേജസ്സിന്റെയും വലിയൊരു കൂടിക്കാഴ്ചയായിരുന്നു. And that tabernacled among the people. അതും അതോടൊപ്പം തന്നെ അത് വ്യക്തികളുടെ ഇടയിൽ, ജനത്തിന്റെ ഇടയിൽ കൂടാരമടിച്ചു പാർക്കുകയാണ്. And the word of God and the word of God and the glory of God tabernacled and moved among the people. ദൈവത്തിൻ്റെതായുള്ള വചനവും ദൈവത്തിന്റെ തേജസ്സും അങ്ങനെ കൂടാരമടിച്ചു പാർത്ത വ്യക്തികളുടെ ഇടയിൽ, ജനത്തിനിടയിൽ ചലിക്കുകയാണ്. That person, his name is called Jesus Christ. ആ വ്യക്തിയുടെ നാമം യേശുവെന്നാകുന്നു. Oh, he beheld the glory of the Father. അങ്ങനെ പിതാവിൻ്റെതായിട്ടുള്ള തേജസ് യേശുക്രിസ്തു വഹിക്കുകയാണ്. When the word of God begins to dwell among us, ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം നമ്മുടെ ഇടയിൽ വസിക്കുമ്പോൾ, even if it is you, അത് നിങ്ങളാണെങ്കിലും ശരി, hallelujah, the glory of God comes down. ദൈവത്തിന്റെ തേജസ് വരുവാൻ തുടങ്ങും. And the tabernacles among the people. അത് ദൈവജനത്തിനിടയിൽ കൂടാരം അടിച്ചു പാർക്കുവാൻ തുടങ്ങും. Exodus 3 verse 14 to 16. പുറപ്പാട് പുസ്തകത്തിൻ്റെതായിട്ടുള്ള 3-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്. 14 to 16, let's read in Malayalam. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അതിങ്ങനെ പറയുന്നു. അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. One minute, God is introducing himself to Moses. ഇവിടെ ദൈവം മോശയ്ക്ക് തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്. അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു, ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. 15-ാമത്തെ വാക്യം, ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്,
അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത് ഞാൻ നിങ്ങളെയും മിസ്രൈമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു. God is a God who visits. ദൈവം സന്ദർശിക്കുന്ന ദൈവമാകും. Hallelujah. Hallelujah. So when God introduced himself to Moses, അതുകൊണ്ട് ദൈവം മോശയ്ക്ക് തന്നെത്താൻ പരിചയപ്പെടുത്തിയപ്പോൾ he is not coming to tabernacle. ദൈവം കൂടാരത്തിലേക്കല്ല വരുന്നത്. He is saying, I'm visiting my people. ഞാൻ ഇനി എന്റെ ജനത്തെ സന്ദർശിക്കുവാൻ പോകുന്നു എന്ന് പറയുകയാണ്. But visiting is not the heart of God. എന്നാൽ സന്ദർശിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ഹൃദയം. The heart of God is to tabernacle with the people. ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് തന്റെ ജനത്തിന്റെ കൂടെ വസിക്കുക എന്നുള്ളതാണ്. Many of us like God to visit us. നമ്മിൽ പലർക്കും ദൈവം നമ്മെ സന്ദർശിച്ചാൽ മതി. But we don't want to take the responsibility of hosting and accommodating him. എന്നാൽ ദൈവത്തെ കൂടാരത്തിൽ താമസിപ്പിക്കുവാനോ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാനോ ആതിഥ്യ മര്യാദയ്ക്കുള്ള കാര്യങ്ങളൊന്നും നമുക്ക് താല്പര്യമില്ല. You know, God is a great gentleman. ദൈവം ഒരു വലിയ ജെന്റിൽമാൻ ആണ്. When he is visiting, when he is introducing, he's just come to visit. ദൈവം പരിചയപ്പെടുത്തുമ്പോൾ സന്ദർശിക്കാനായി വരുന്നു. He is not barging in and saying, I'm going to stay here. ദൈവം വന്ന് ആക്രമിച്ച് കയറുകയോ അല്ലെങ്കിൽ ഇടിച്ചു കയറുകയോ ഒന്നുമല്ല. Yesterday I visited a family of a person here in the house of God. ഇന്നലെ ദൈവഭവനത്തിലായിരിക്കുന്ന നമ്മുടെ ഒരു കുടുംബത്തെ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. So we visited them. ഞങ്ങൾ അവരെ സന്ദർശിച്ചു. I didn't tabernacle in their house. ഞാൻ ആ ഭവനത്തിൽ അങ്ങ് കൂടാരം അടിച്ച് പാർത്തില്ല. So when God is visiting, അതുകൊണ്ട് ദൈവം സന്ദർശിക്കുമ്പോൾ he knows that he does not have permission. ദൈവത്തിന് അറിയാം അവിടെ അനുവാദമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. You know that God has given you a free will. നിങ്ങൾക്കറിയാം ദൈവം നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഇച്ഛ അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. You need to allow whether it is God wants to visit you or God wants to stay and accommodate and host. You want to host the presence of God. ദൈവം നിങ്ങളെ സന്ദർശിക്കുകയാണോ ചെയ്യേണ്ടത് അതോ ദൈവം നിങ്ങളുടെ കൂടെ കൂടാരം അടിച്ച് പാർക്കണോ ദൈവം എല്ലായ്പ്പോഴും നിങ്ങളുടെ വസിക്കണോ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം. So in Exodus 3, അതുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ God starts by visiting his people. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു തുടങ്ങി. But at the end of Exodus, എന്നാൽ പുറപ്പാടിന്റെ അവസാനം Exodus 40, 40-ാമത്തെ അധ്യായം 34 to 38. 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. Let's read it in Malayalam. അത് നമുക്ക് വായിക്കാം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്തു കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുകെ പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. You know, the book of Exodus, as I said, it started by God visiting the people in bondage. ഞാൻ പറഞ്ഞു ആ പുറപ്പാട് പുസ്തകം എന്ന് പറയുന്നത് അടിമത്തത്തിലായിരിക്കുന്ന ദൈവജനത്തെ ദൈവം സന്ദർശിച്ചു തുടങ്ങുകയാണ്. But the book of Exodus, God's heart is revealed. എന്നാൽ ആ പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ ഹൃദയം അവിടെ വെളിപ്പെടുത്തുകയാണ്. God is now having a dwelling place. ദൈവത്തിന് ഇപ്പോൾ ഒരു വാസസ്ഥലമുണ്ട്. And he is now leading the people to a promised land. ദൈവം അങ്ങനെ വാഗ്ദത്ത ദേശത്തേക്ക് ആ ജനത്തെ നയിക്കുകയാണ്. You know, when I thought about that, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ there are other scriptures that say മറ്റു വാക്യങ്ങളുമുണ്ട് ഇത് പറയുന്നത്. the heavens cannot contain him. സ്വർഗ്ഗത്തിന് ഒരിക്കലും തന്നെ വഹിക്കുവാൻ കഴിയുകയില്ല. The earth is his footstool. ഭൂമി എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ പാദപീഠമാകും. How many of you have used a footstool? എത്ര പേര് പാദപീഠം ഉപയോഗിച്ചിട്ടുണ്ട്? That's what God plays football. His earth is his football, his footstool. അല്ലെങ്കിൽ ദൈവത്തിന് ഈ ഭൂമി എന്ന് പറയുന്നത് അതുപോലെ പാദപീഠമാണ്. But that God of heaven, ആ ദൈവം he comes down to the earth ഈ ദൈവം ഭൂമിയിലേക്ക് വന്ന് and he starts to live in a tent. അങ്ങനെ ഒരു കൂടാരത്തിൽ വസിക്കുകയാണ്. I was shocked. ഞാൻ അത് ചിന്തിച്ചപ്പോൾ ഞെട്ടി. What an amazing humble God, എത്രമാത്രം ആശ്ചര്യവാനും താഴ്മയുള്ളവനുമായ ദൈവം, who leaves all the comfort in heaven തന്റെ സ്വർഗ്ഗത്തിലെ സകല സൗകര്യങ്ങളും വെടിഞ്ഞ് and choose to live in a tent. ഒരു കൂടാരത്തിൽ വസിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. Hallelujah. ഹല്ലേലൂയ. In that, you know, how many of you have your own homes, right? നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഭവനമുണ്ട്? Or you are staying in a home. അല്ലെങ്കിൽ ഭവനത്തിൽ താമസിക്കുന്നവർ. You know, in your home, how many of you have some furniture? നിങ്ങളുടെ ഭവനത്തിൽ ആർക്കെല്ലാം ഫർണിച്ചർ ഉണ്ട്? Only few people.
You know, God's tabernacle also had a table. ദൈവത്തിൻ്റെതായുള്ള കൂടാരത്തിലും ഒരു മേശ ഉണ്ടായിരുന്നു. There was furnitures in God's tent. ദൈവത്തിൻ്റെതായുള്ള കൂടാരത്തിലും ഫർണിച്ചർ ഉണ്ടായിരുന്നു. And God was very peculiar that this is how my tent needs to be. എന്റെ കൂടാരം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ദൈവം വളരെ വ്യക്തത ഉണ്ടായിരുന്ന ആളാണ്. Just like you are picky and choosy about your furniture, നിങ്ങളുടെ ഫർണിച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകത താല്പര്യങ്ങളെല്ലാം ഉള്ളതുപോലെ God is picky and choosy about his furniture. ദൈവത്തിന്റെ ഫർണിച്ചറിനെ കുറിച്ചും ദൈവത്തിനും ചില താല്പര്യങ്ങളുണ്ട്. He had a table where the bread was kept. അപ്പോൾ ദൈവത്തിന്റെ ആ മേശമേൽ അപ്പത്തിൻ്റെതായിട്ടുള്ള ഒരു കൊട്ടയുണ്ടായിരുന്നു. Yeah, how many of you have a house that has curtains? കർട്ടനുള്ള ഭവനങ്ങൾ എത്ര വീടുകളുണ്ട്? Yeah, God's house also, God's tent also had curtains. ദൈവത്തിൻ്റെതായിട്ടുള്ള കൂടാരത്തിലും കർട്ടൻ ഉണ്ടായിരുന്നു. God is also picky and choosy about his tabernacle. ദൈവം തന്റെ കൂടാരത്തെ സംബന്ധിച്ച് പ്രത്യേക താല്പര്യങ്ങളുള്ള വ്യക്തിയാണ്. How many of you have a place to sit in your house? നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കാൻ സ്ഥലമുള്ള God also had a mercy seat. ദൈവത്തിനും അപ്രകാരം കരുണയുടെ ഒരു സ്ഥാനമുണ്ടായിരുന്നു. Let me tell you, he was living in that house. ദൈവം ഒരു കൂടാരത്തിൽ വസിക്കുകയായിരുന്നു. Because he loved to be in the center of his people. കാരണം തന്റെ ജനത്തിന്റെ മധ്യഭാഗത്തായിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. Just like you choose a specific house that you want to. നിങ്ങൾ എപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭവനം ആഗ്രഹിച്ചു. Exodus 25 to 27, God is laying the blueprint for his house. പുറപ്പാട് പുസ്തകത്തിന്റെ 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ ദൈവം ഇതിന്റേതായുള്ള രൂപരേഖ തയ്യാറാക്കുകയാണ്. How many of you have designed your own house? എത്ര പേർ നിങ്ങളുടേതായുള്ള ഭവനങ്ങൾ നിങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു? And God is designing his house in Exodus 25 to 27. ദൈവം പുറപ്പാട് പുസ്തകത്തിന്റെ 25 മുതൽ 27 വരെ തന്റെ ഭവനത്തിന്റെ രൂപകൽപ്പന ചെയ്യുകയാണ്. From visiting, സന്ദർശിക്കുന്നത് he now thinks, okay, my people have a tent at least. അപ്പോൾ ഈ സന്ദർശനത്തിൽ നിന്ന് ഇപ്പോൾ എന്റെ ജനത്തിന് ഒരു കൂടാരമുണ്ടല്ലോ. When my people have a tent, എന്റെ ജനത്തിന് കൂടാരമുള്ളപ്പോൾ I will also have a tent. എനിക്കും ഒരു കൂടാരമുണ്ടാകും. I don't want to live in a palace right now. എനിക്ക് ഇപ്പോൾ ഒരു കൊട്ടാരത്തിൽ താമസിക്കുവാൻ I ആഗ്രഹമില്ല. want to live in a tent. ഞാൻ ഒരു കൂടാരത്തിൽ ജീവിക്കും. I want to identify with my people. എന്റെ ജനവുമായിട്ട് ഞാൻ ഏകീഭവിക്കും. Because my life is centered around my people also. കാരണം എന്റെ ജീവിതം എന്ന് പറയുന്നത് എന്റെ ജനവുമായിട്ടുള്ളതാകും. I love my people. എന്റെ ജനത്തെ ഞാൻ സ്നേഹിക്കുന്നു. And therefore I want to be in their midst. അതുകൊണ്ട് അവരുടെ മധ്യേ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to listen to their problems. അവരുടേതായുള്ള പ്രശ്നങ്ങളെ ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to heal them. അവരെ സൗഖ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to be the center of their lives. അവരുടെ ജീവിതത്തിന്റെ മധ്യഭാഗത്തായിരിക്കാൻ ഞാൻ That is why this ആഗ്രഹിക്കുന്നു. God is a jealous God. അതുകൊണ്ടാകുന്നു ഈ ദൈവത്തിനെ ഇപ്രകാരം തീക്ഷ്ണതയുള്ള ദൈവം എന്ന് പറയുന്നത്. Hallelujah. Hallelujah. You should understand God's tabernacling. ദൈവത്തിൻ്റെതായുള്ള ഈ കൂടാരത്തെ നാം മനസ്സിലാക്കണം. God's tabernacling reflects his desire for presence, not distance. ദൈവത്തിൻ്റെതായുള്ള കൂടാരം കാണിക്കുന്നത് ദൈവം എത്രമാത്രം തന്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു, അകൽച്ചയല്ല. It reflects his desire for presence and not distance. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നതാണ് അത് കാണിക്കുന്നത്, അല്ലാതെ അകൽച്ചയല്ല. But if you look into the people of Israel, എന്നാൽ ഇസ്രായേൽ മക്കളെ നാം നോക്കുമ്പോൾ they were comfortable with the distance. അവർ എപ്പോഴും ഒരു അകലം പാലിച്ചു നിന്നു. They wanted to have, okay, God can visit us. അവർ എപ്പോഴും ചിന്തിക്കുന്നു, ആ ദൈവത്തിന് ഞങ്ങളെ സന്ദർശിക്കുവാൻ കഴിയും. How many of you like Pidivugar in your house? എത്ര പേർക്ക് ഇങ്ങനെ പിരിവുകാർ വീട്ടിൽ? Some of you view God like that. നാം പലപ്പോഴും ദൈവത്തെ കാണുന്നത് അങ്ങനെയാണ്, at a distance. ഒരു അകലം പാലിച്ച്. We want to give minimum. ഏറ്റവും കുറച്ചു കൊടുക്കണം. That's what we see sometimes God. അതുപോലെയാണ് നാം പലപ്പോഴും ദൈവത്തെ കാണുന്നത്. So when Moses went to the tent to have face-to-face conversation with God, അതുകൊണ്ട് മോശ ഈ കൂടാരത്തിൽ ദൈവവുമായിട്ട് അഭിമുഖമായി സംസാരിക്കുവാൻ പോകുമ്പോൾ people chose distance. വ്യക്തികൾ അല്ലെങ്കിൽ ഇസ്രായേലർ അകലം പാലിച്ചു. Where the heart of God was to be closely proximate with the people. ദൈവത്തിന്റെ ഹൃദയമോ എന്ന് പറയുന്നത് തന്റെ ജനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുവാനായിരുന്നു. You know, each time God visited the people, ഓരോ സമയവും ദൈവം തന്റെ ജനത്തെ വിസിറ്റ് ചെയ്തപ്പോൾ, സന്ദർശിച്ചപ്പോൾ, it was to rescue them. അത് അവരെ രക്ഷിക്കുവാനായിരുന്നു. It was to rescue them. അവരെ രക്ഷിക്കുവാനായിരുന്നു. He would visit and go back. അവരെ സന്ദർശിച്ച് ദൈവം മടങ്ങിപ്പോകും. There is a distance in visiting. ആ സന്ദർശനത്തിൽ ഒരു അകലമുണ്ട്. But tabernacling shows a close presence. എന്നാൽ കൂടാരത്തിൽ വസിക്കുക എന്ന് പറയുന്നത് അടുത്തുള്ള അല്ലെങ്കിൽ സാമീപ്യമുള്ള ഒരു സാന്നിധ്യത്തെ കാണിക്കുന്നു. The word became flesh and tabernacled among us. വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. Hallelujah. 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 I have a word from God for some of you today. നിങ്ങളിൽ ചിലർക്ക് ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്ക് എന്നിലുണ്ട്. Let's just close our eyes. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. To some people who, your spouse have not come to the Lord. നിങ്ങളിൽ ചിലരുടേതായിട്ടുള്ള ജീവിത പങ്കാളി വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. The Lord is saying,
കർത്താവ് പറയുന്നു, you are a tabernacle of the Lord. നിങ്ങൾ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കൂടാരമാകും. When you are there, നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ your husband may not be a praying husband, നിങ്ങളുടേതായുള്ള ഭർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവ് but ആയിരിക്കുകയില്ല. when you are a tabernacle, എന്നാൽ നിങ്ങൾ ഒരു കൂടാരമായിരിക്കുമ്പോൾ they will encounter God through you. അവർ ദൈവത്തെ നിങ്ങളിലൂടെ അനുഭവിക്കും. Oh, hallelujah. ഹല്ലേലൂയ. If you have somebody unbelieving in your family, your parents, hallelujah. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ ആരെങ്കിലും വിശ്വാസത്തിൽ വന്നിട്ടില്ല എങ്കിൽ, Your children, നിങ്ങളുടെ കുഞ്ഞുങ്ങളോ, God is saying, ദൈവം പറയുന്നു, you are my tabernacle. നിങ്ങൾ എന്റെ കൂടാരമാകും. You are the temple of the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകും. Oh, hallelujah. ഹല്ലേലൂയ. And when you dwell among the people, നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ പാർക്കുമ്പോൾ, oh, John 1 verse 14 will come to fulfillment. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം അത് നിവൃത്തിയാകും. They will behold the glory of God. അവർ ദൈവത്തിൻ്റെതായിട്ടുള്ള മഹത്വം കാണുവാനിടവരും. They will be full of grace and full of truth. അവർ കൃപയും സത്യവും നിറഞ്ഞവരാകും. When the presence of God is tabernacled among the people, ദൈവത്തിൻ്റെതായിട്ടുള്ള ആ സാന്നിധ്യം വ്യക്തികളുടെ ഇടയിൽ പാർക്കുമ്പോൾ, the truth and the glory of God will be revealed. ദൈവത്തിൻ്റെതായിട്ടുള്ള കൃപയും സത്യവും മഹത്വവും എല്ലാം വെളിപ്പെടും. Hallelujah. ഹല്ലേലൂയ. Let's just continue to close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ചു തന്നെ ഇരിക്കാം. I want to invite the presence of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഞാൻ ഇവിടെ ക്ഷണിക്കുന്നു. In Exodus 3, the Bible says God came to visit the people. പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായം പറയുന്നത് ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുവാനായി കടന്നു വന്നു. Today I believe that God wants to go home with you. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളോടൊന്നിച്ച് ഭവനത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. God wants to go home with you. ദൈവത്തിന് നിങ്ങളോട് ഒന്നിച്ച് ഭവനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. Wherever you go, His presence wants to go. നിങ്ങൾ എവിടെ പോകുന്നുവോ അവിടെ ദൈവ സാന്നിധ്യം കൊണ്ടുവരാൻ ദൈവം Oh, don't ആഗ്രഹിക്കുന്നു. keep Him at a distance. ഒരിക്കലും ദൈവത്തെ ഒരു അകലത്തിൽ നിർത്തരുത്. We invite the presence of the Holy Spirit. ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ചോദിക്കുന്നു. Hallelujah. Hallelujah. Some of you are crying out to God. നിങ്ങളിൽ ചിലർ ദൈവത്തോട് കരയുകയാണ്. You are saying, ദൈവമേ എനിക്ക് ആരുമില്ല. Lord, I don't have anybody. Hallelujah. Hallelujah. I want to say that is a lie of the enemy. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് പിശാചിന്റേതായിട്ടുള്ള നുണയാണ്. Because the Bible says, I will never leave you nor forsake you. കാരണം തിരുവചനം പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും Because He wants to tabernacle in you and with you. കാരണം ദൈവത്തിന് നിങ്ങളോട് ഒന്നിച്ച് നിങ്ങളുടെ അകത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. Thank you, Jesus. നന്ദി He is യേശുവേ. taking out some of the orphan spirits from the church. ദൈവം ചില അനാഥത്വത്തിൻ്റെതായിട്ടുള്ള ആത്മാവിനെ സഭയിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. Hallelujah. I want every eye closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. If you are thinking, നിങ്ങൾ ചിന്തിക്കുകയാണ്, you don't have anybody, എനിക്ക് ആരുമില്ല, nobody is able to understand you, എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ആരുമില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, people have betrayed me, എന്നെ വ്യക്തികൾ ചതിച്ചിരിക്കുന്നു, people have forsaken me, വ്യക്തികൾ എന്നെ if തള്ളിക്കളഞ്ഞിരിക്കുന്നു. any of these four you think, നിങ്ങൾ ഈ 4 കാര്യങ്ങൾ ഏതെങ്കിലും I just want you to raise your hands up. You're going to pray. Hallelujah. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. The only solution that I have എനിക്ക് ഉള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് is not the presence of man, അത് മനുഷ്യന്റേതായിട്ടുള്ള സാന്നിധ്യമല്ല, is not the presence of any pastor. അത് ഏതെങ്കിലും ഒരു പാസ്റ്ററിന്റേതായിട്ടുള്ള സാന്നിധ്യമല്ല. I want to give you the presence of God. എന്നാൽ ദൈവത്തിന്റേതായിട്ടുള്ള സാന്നിധ്യം. Just raise your hands. We're going to pray. Hallelujah. കൈ ഉയർത്തുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. So that you are going to go home. Hallelujah. അങ്ങനെ നിങ്ങൾ ഭവനത്തിൽ പോകുമ്പോൾ Full of God. Hallelujah. ദൈവത്താൽ നിറഞ്ഞ, Full of wisdom. ജ്ഞാനത്താൽ നിറഞ്ഞ, full of grace and truth. Hallelujah. ദൈവത്തിന്റെ കൃപ നിറഞ്ഞ. Hallelujah. I just want the leaders to come forward and pray for these people. Raise their hands up. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. You are not alone. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. I break the lie of the enemy. ആ പിശാചിന്റേതായിട്ടുള്ള നുണയെ ഞാൻ തകർക്കുന്നു. I break the lie of the enemy. പിശാചിന്റെ നുണയെ ഞാൻ I തകർക്കുന്നു. break the spirit of rejection. ആ തിരസ്കരണത്തിന്റെ ആത്മാവിനെ ഞാൻ We തകർക്കുന്നു. rebuke the spirit of rejection. ഈ തിരസ്കരണത്തിൻ്റെതായിട്ടുള്ള ആത്മാവിനെ Oh, God is tabernacling among you. ദൈവം നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. Hallelujah. 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 അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. Hallelujah. Pray in tongues. Lord, I pray, Father. Lord, comfort. Hallelujah. Comfort, Daddy. Hallelujah. ആത്മാവെ ആശ്വസിപ്പിക്കണം. Oh, Rishadara, Tarara, Kaba, Baba, Baba, Rike, Bebe, Kaibo, Baba, Shadara, Raka, Baba, Bal, Roko, Bobo, Ba, Rete, Reke, Rishal, Raka, Baba,
Hallelujah. Radara sheke reke baba ruka baba rash hadaran hadaran tha reke bebe. Lord, we pray for the move of the Holy Spirit. Parishuddhatmave ivide. This is your place, Daddy. Hallelujah. This is your people. Hallelujah. Lord, you desire to be in the midst of this people. കർത്താവെ, അങ്ങയുടെ ചലനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനമാകുന്നു കർത്താവെ, അങ്ങ് ഇവരുടെ ഇടയിൽ ചലിക്കണമേ. It is your desire that you want to be in the midst of this people. കർത്താവെ, ഈ ജനത്തിന്റെ മധ്യേ അങ്ങ് ആയിരിക്കണമെന്നുള്ളത് അങ്ങയുടെ ആഗ്രഹമാകും. Lord, you can never be separated from your people, Father. കർത്താവെ, അങ്ങയുടെ ജനത്തിൽ നിന്ന് അങ്ങേക്ക് ഒരിക്കലും മാറി നിൽക്കുവാൻ കഴിയുകയില്ല. Because all of them are created in your likeness and image, Lord. കർത്താവെ, അങ്ങയുടേതായിട്ടുള്ള സ്വരൂപത്തിലും സാദൃശ്യത്തിലും സകലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. And your desire is, Lord Jesus, everyone should be saved. കർത്താവെ, എല്ലാവരുടെയും അങ്ങയുടെ ആഗ്രഹം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ്. You sent your son so that you could tabernacle with us. കർത്താവെ, അങ്ങയുടെ പ്രിയപുത്രനെ അങ്ങ് അയച്ചിരിക്കുന്നത് ഞങ്ങളോട് ഒന്നിച്ച് വസിക്കുവാൻ തക്കവണ്ണമാണ്. Oh, hallelujah. ഹല്ലേലൂയ. I sense the Holy Spirit is bringing healing to this family. പരിശുദ്ധാത്മാവ് ഈ കുടുംബത്തിന്മേൽ വലിയ സൗഖ്യം Oh, കൊണ്ടുവരുന്നു. this family, hallelujah. I pray the comfort of the Holy Spirit. പരിശുദ്ധാത്മാവ് വലിയ ആശ്വാസം കൊണ്ടുവരും. Hallelujah. ഹല്ലേലൂയ. I want to pray the spirit of joy will enter your house. ഈ കുടുംബത്തിന്റെ മേൽ, ഈ ഭവനത്തിന്മേൽ വലിയ ഒരു സന്തോഷത്തിന്റെ ആത്മാവ് The പ്രവേശിക്കും. Holy Spirit, His presence will be filling your home. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ പ്രവേശിക്കും. Nothing missing, nothing broken. ഒന്നും തകർക്കപ്പെട്ടിട്ടില്ലാത്തത്, ഒന്നും ഒടിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ. Hallelujah. Thank you, Jesus. Father, we want to say our hearts is the altar, is the tabernacle of God. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ വാസസ്ഥലമായി മാറട്ടെ. Let us surrender our hearts to the Lord today. നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് ദൈവമുമ്പാകെ സമർപ്പിക്കാം. God, I want to have real tangible experience with you. കർത്താവേ, അങ്ങയുമായിട്ട് എനിക്ക് വളരെ പ്രകടമായിട്ടുള്ള ഒരു അനുഭവം വേണം. Some of you are going through trial by fire. നിങ്ങളിൽ ചിലർ ഒരു അഗ്നിശോധനയിലൂടെ കടന്നു പോകും. I want to say God is with you. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. God is with you. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. You know, Shadrach, Meshach and Abednego, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും they had a trial by fire. അവർക്ക് അഗ്നിശോധന പോലെ അനുഭവം ഉണ്ടായി. But they chose to be with God. എന്നാൽ അവർ ദൈവത്തെ തിരഞ്ഞെടുത്തു. They chose what God wanted. ദൈവത്തിൻ്റെതായുള്ള ഹിതം അവർ തിരഞ്ഞെടുത്തു. Hallelujah. ഹല്ലേലൂയ. But they went through a trial. എന്നാൽ അവർ ഒരു ശോധനയിലൂടെ കടന്നുപോയി. But that fire did not touch them. എന്നാൽ ആ അഗ്നിക്ക് അവരെ തൊടുവാൻ കഴിഞ്ഞില്ല. But that fire consumed their enemies. എന്നാൽ ആ അഗ്നി എന്ന് പറയുന്നത് അവരുടെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു. Hallelujah. ഹല്ലേലൂയ. Today our enemy is not flesh and blood. ഇന്ന് നമ്മുടേതായിട്ടുള്ള ശത്രു എന്ന് പറയുന്നത് ജഡരക്തങ്ങളല്ല. But it is the powers and principalities of darkness. എന്നാൽ അന്ധകാരത്തിന്റെ വാഴ്ചകളും ശക്തികളും ദുഷ്ടാത്മ സേനകളുമാകും. Through you, do you know God wants to consume the enemy? നിങ്ങൾക്കറിയാമോ, നിങ്ങളിലൂടെ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശത്രുവിനെ തുരത്തുവാനാകും. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശുവേ. You know, 1 year back, I went through a trial by fire. ഒരു വർഷം മുമ്പ് ഞാൻ ഒരു വലിയ അഗ്നിശോധനയിലൂടെ കടന്നുപോയി. It started 1.5 years back. അത് 1.5 വർഷത്തിന് മുമ്പ് തുടങ്ങി. And I had to go through that. എനിക്ക് അതിൽ കൂടെ കടന്നു പോകേണ്ടി But വന്നു. one thing that I did, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്തത്, I guarded my heart. I guarded my heart. ഞാൻ എൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ചു. I refused to be anxious. ഞാൻ ഒരു ആകുലപ്പെടുവാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. I refused to be worried. ഞാൻ ഭയപ്പെടുവാനായിട്ടോ അല്ലെങ്കിൽ ആകുലപ്പെടുവാനായിട്ടോ ഞാൻ സമ്മതിച്ചില്ല. I was telling yesterday to somebody, I came to the end of myself. ഞാൻ ഇന്നലെ ചില വ്യക്തികളോട് പറയുകയായിരുന്നു, അതായത് ഞാൻ എൻ്റെ അവസാനത്തിലേക്ക് വരെ എത്തി. And I said to the Lord, Lord, you have given me a solution. എന്നാൽ ഞാൻ ദൈവത്തോട് പറയുകയാണ് ആ സമയത്ത്, കർത്താവേ, അങ്ങ് എനിക്കൊരു പരിഹാരം. Many times I thought, Lord, may I make this step? I asked the Lord, may I make this step? പല സമയത്തും ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഈ ചുവടെടുക്കട്ടെ? But I said, the Lord said to me, no. എന്നാൽ ദൈവം പറയുകയാണ് അല്ല എന്നുള്ളത്. But I want to tell you, in the fullness of time, the Lord sent a solution. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കാലസമ്പൂർണ്ണതയിൽ ദൈവം തന്റെ പരിഹാരം വെളിപ്പെടുത്തി. Hallelujah. Hallelujah. In the fullness of the time, the Lord sent a solution. ദൈവം കാലസമ്പൂർണ്ണതയിൽ തന്റെ പരിഹാരത്തെ അയച്ചു തന്നു. Yesterday, one person was telling me. ഇന്നലെ ആ വ്യക്തി എന്നോട് പറയുകയായിരുന്നു, The person called me.
ആ വ്യക്തി എന്നോട് പറയുകയായിരുന്നു, For 30 years in my life, I have never seen like this, brother. 30 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. Yeah, what she saw through my life. എന്റെ ജീവിതത്തിലൂടെ കണ്ടത്. For 35 years, she said, I have never seen something like this. 35 വർഷമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. I am telling now my clients about what has happened with you. ഇപ്പോൾ ഞാൻ എന്റെ ക്ലയൻസിനോട് പറയുകയാണ് താങ്കളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. A trial by fire which I thought consumed me. എന്നെ തകർക്കുമെന്ന് അല്ലെങ്കിൽ എന്നെ ദഹിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിച്ച ആ അഗ്നിശോധന God turned it for His glory. അത് ദൈവം ദൈവത്തിൻ്റെതായിട്ടുള്ള മഹത്വത്തിനായി ഉപയോഗിക്കുകയാണ്. Hallelujah. Hallelujah. Oh, but when I went through that, എന്നാൽ ഞാൻ അതിലൂടെ കടന്നുപോയപ്പോൾ I told Lord, I've come to the end of myself. ഞാൻ ചിന്തിച്ചു ഞാൻ എന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുന്നു. But I have refused to be anxious or worried. എന്നാൽ ഞാൻ ഭയപ്പെടുവാനായിട്ടോ ആകുലപ്പെടുവാനായിട്ടോ ഞാൻ സമ്മതിച്ചില്ല. One thing that I said, Lord, my tongue is a problem. ഞാൻ ദൈവത്തോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, കർത്താവേ എന്റെ നാവിന് പ്രശ്നമുണ്ട്. So if I don't speak faith, I better keep silent. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. And it was difficult for me to to speak faith. അതുകൊണ്ട് വിശ്വാസത്തിൽ പറയുവാൻ പ്രയാസമായിരുന്നു. At least I chose to keep silent. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചു. But in my prayer time, I declared the promises of God. എന്നാൽ എന്റെ പ്രാർത്ഥനാ സമയത്ത് ഞാൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. Hallelujah. 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 Oh, hallelujah. When one day I understood that the Lord has given me breakthrough in the spirit. ഒരു ദിവസം എനിക്ക് മനസ്സിലായി ദൈവം ആത്മാവിൽ എനിക്കൊരു വിടുതൽ തന്നിരിക്കുന്നു. It was a revival night prayer. അത് ഒരു റിവൈവൽ നൈറ്റിന്റെ പ്രാർത്ഥനയായിരുന്നു. And I came forward and I just prayed in the spirit. ഞാൻ മുൻപോട്ട് വന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. And I understood at one point, Lord, I said, Lord, I am pouring out my heart before you. ഞാൻ ഒരു സമയത്ത് ഞാൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ ഞാൻ ഹൃദയത്തെ പകരുകയാണ്. And the Lord spoke me, the barren woman will dance. ദൈവം അപ്പോൾ എന്നോട് പറയുകയാണ്, മച്ചിയായ സ്ത്രീ അവൾ ഘോഷിച്ചുല്ലസിക്കും. And in my barrenness I danced before the Lord. അപ്പോൾ ഞാൻ എൻ്റെ ആ മച്ചിയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഞാൻ ദൈവത്തിന് മുമ്പാകെ ഞാൻ നൃത്തമാടുവാൻ തുടങ്ങി. But in the end of the prayer I understood something left me. എന്നാൽ അതിന്റെ ഇടയ്ക്ക് എനിക്ക് മനസ്സിലായി എന്തോ എന്നെ വിട്ടുപോയി. And within 1 week the person who called me yesterday called and said, I have a solution for you. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം എന്നെ ഇന്നലെ വിളിച്ച വ്യക്തി ആ സമയത്ത് വിളിച്ചു പറയുകയാണ്, എനിക്ക് ഒരു പരിഹാരം God is a mighty God. God is a mighty God. ദൈവം ഒരു ശക്തനായ ദൈവമാകും. Hallelujah. Hallelujah. He's a mighty God. ദൈവം ശക്തനായ He ദൈവമാകും. is a mighty God. ദൈവം ശക്തനായ And ദൈവമാകും. He wants to tabernacle with you. ദൈവത്തിന് നമ്മുടെ ഇടയിൽ വസിക്കുവാൻ ആഗ്രഹം. Hallelujah. Hallelujah. Not visiting. സന്ദർശിക്കുക മാത്രമല്ല. I know we love that visiting. നമുക്ക് ഈ സന്ദർശനം ഇഷ്ടമാണ്. When does visiting become a problem? എപ്പോഴാണ് സന്ദർശനം പ്രശ്നമാകുന്നത്? When that person stays for a long time. ഇനി എപ്പോഴാ പോകുന്നത്? That's what we are thinking. ആ വ്യക്തി കുറേ നേരം നിൽക്കുമ്പോൾ we'll be thinking, when is this guy going to leave? So when you have the concept of God visiting, അതുകൊണ്ട് ദൈവം സന്ദർശിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ you are probably thinking about when can I stop this prayer? ഈ പ്രാർത്ഥന എപ്പോൾ നിർത്താൻ പറ്റുന്ന ചിന്തിക്കുന്നത്. But when you're tabernacling, എന്നാൽ നാം ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ time just goes by. അങ്ങനെ Time just goes by. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Because you're spending presence in the presence of God. കാരണം ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണല്ലോ നാം ഇരിക്കുന്നത്. You love Daddy's presence. അങ്ങനെ ആ പിതാവിന്റെ സാന്നിധ്യം നാം ഇഷ്ടപ്പെടുന്നു. It is addictive. അത് വളരെ നമുക്ക് വലിയ സന്തോഷം തരുന്ന അനുഭവമാണ്. And when I go to sleep, I'm saying, Lord, I want that presence. ഞാൻ ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്നത്, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. Growing up, I didn't like vegetable dishes. Sorry if any vegetarians here. അപ്പോൾ വളർന്നു വരുമ്പോഴത്തേക്കും എനിക്ക് വെജിറ്റബിൾസ് ഒന്നും പച്ചക്കറി ഒന്നും വലിയ ഇഷ്ടമല്ല. I was a typical Central Travancore liking meat. അപ്പോൾ മധ്യ തിരുവിതാംകൂറിലെ സാധാരണ ഒരു വ്യക്തി എപ്രകാരം മാംസമൊക്കെ ഇഷ്ടപ്പെടുന്നു അതുപോലെ എനിക്ക് ഇഷ്ടമാണ്. So my mother used to cook these vegetable dishes. അതുകൊണ്ട് എൻ്റെ മമ്മി പച്ചക്കറി എല്ലാം ഉണ്ടാക്കുമ്പോൾ she must be watching online. അതുകൊണ്ട് ഓൺലൈൻ എല്ലാം കാണുമായിരിക്കും. And she used to put it on the table. അത് മേശമേൽ വെച്ച്. So if it is a vegetarian dishes, like it is total silence. We are rebelling in silence. അതുകൊണ്ട് അങ്ങനെ പച്ചക്കറികൾ മാത്രം ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ നിശബ്ദമായ രീതിയിലാണ് പ്രതിഷേധിക്കുന്നത്. And mama told me to eat something, my son.
അപ്പോൾ മമ്മി പറയും മോനെ എന്തെങ്കിലും കഴിക്കാം. I will say വേണ്ട. ഞാൻ പറയും നോ. മദർ സേടാ രുചിക്കാതെ നിനക്ക് എങ്ങനെ വേണ്ടാന്ന് പറയാൻ പറ്റുന്നത്? So my mom will ask, unless you taste, how can you say no? You know, because we don't taste, we can understand. Because we don't put it in our mouth, we cannot understand the taste. നാം രുചിച്ചില്ല എങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ ഈ കഴിയും? ദൈവ സാന്നിധ്യം രുചിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. What I'm saying. That's how the presence of God is. Unless we taste, we won't understand. You know, you keep it at a distance. It is comfortable for you. അകലത്ത് നാം നിർത്തുമ്പോൾ നമുക്കത് വലിയ സൗകര്യമാണ്. Because when the presence of God comes, it creates an uncomfort also. കാരണം ദൈവ സാന്നിധ്യം വരുമ്പോൾ ചില അസൗകര്യങ്ങൾ ഉണ്ടാകും. Because God will point what is wrong. കാരണം തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ദൈവം കാണിക്കും. He is not there just to give you spiritual massage. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു മസാജ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടല്ല ദൈവം അവിടെ He is there to tell you. Also, He is there to say, "I love you." ദൈവം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും. But He also say to you. He also wants to say to you, "That's wrong." എന്നാൽ അതോടൊപ്പം തന്നെ ഇത് ചിലതൊക്കെ തെറ്റാണ് എന്ന് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നു. That we may not like. അതൊരു പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. But that's for our good. എന്നാൽ അത് നമ്മുടെ നന്മയ്ക്കായുള്ളതാണ്. How many of your parents you have corrected your children? എത്ര മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുത്തിയിട്ടുണ്ട്? And you have told them, "Idu ninna nanmakkaanna." And how many times have you told that this is for your good? This is a common dialogue in Malayali homes. ഇത് മലയാളി ഭവനങ്ങളിൽ ഒരു വളരെ പൊതുവായിട്ടുള്ള ഡയലോഗാണ്. My mother has told me. എന്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയും സ്ഥിരം കേൾക്കുന്ന ഡയലോഗാണ്. അപ്പം ഞാൻ പറയുമായിരുന്നു ഇത് എന്നും കേൾക്കുന്നതാണെന്ന്. Now generationally I'm carrying on the legacy to my children. അത് തലമുറയായിട്ട് ഞാൻ എന്റെ മക്കളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Hallelujah. And God also is there to tell us if we are wrong. ദൈവവും ഇതുപോലെ തന്നെ നമ്മെ തിരുത്തുകയാണ് നമ്മുടെ നന്മയ്ക്കായിട്ട്. Hallelujah. 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 Even the devil also tells us if we are wrong. പിശാച് നമ്മളോട് പറയും തെറ്റാണെങ്കിൽ. But he condemns us. എന്നാൽ പിശാച് കുറ്റപ്പെടുത്തും. And he wants to put us in hell. പിശാചിന്റെ താല്പര്യം നമ്മെ നരകത്തിൽ കൊണ്ടുപോകാനാണ്. But the Lord wants to convict us. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ അകത്ത് പാപബോധം കൊണ്ടുവരാനാണ്. And take us to a good place. എന്നിട്ട് നമ്മെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ. That's what he does. അതാകും ദൈവത്തിന്റെ ആഗ്രഹം. Hallelujah. Hallelujah. But you have to allow that. അത് ദൈവത്തിന് നാം അനുവദിക്കണം. You know the concept of tabernacle. ഈ കൂടാരത്തിൻ്റെതായിട്ടുള്ള ചിന്ത is there from book of Genesis to Revelation. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉണ്ട്. You know, in the book of Genesis chapter 2 verse 15. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെതായിട്ടുള്ള 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 15-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ The Lord took man, put him in the garden of Eden to tend and to keep it. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. God told to tend and keep the garden. ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് നീ ആ തോട്ടത്തെ നോക്കുവാനായിട്ട്. You know, this garden was more than trees growing. ഈ തോട്ടം എന്ന് പറയുന്നത് അവിടെ ചില വൃക്ഷങ്ങൾ വളരുക എന്നുള്ളതിനേക്കാൾ എത്രയോ അധികമാണ്. This garden hosted the presence of God. ഈ തോട്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം വഹിച്ച സ്ഥലമായിരുന്നു. Eden was the tabernacle of God because God dwelt with man. ഏദൻ തോട്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൂടാരമായിരുന്നു. കാരണം ദൈവം അവിടെ മനുഷ്യനോട് ഒന്നിച്ച് വസിക്കുകയാണ്. Because God would come in the cool of the day. കാരണം ദൈവത്തിന് വെയിലാറുമ്പോൾ വരുവാൻ കഴിയുകയാണ് അവിടെ. I was thinking, what was God doing in the heat of the day? അപ്പോൾ ഞാൻ ചിന്തിച്ചത് ദൈവം അവിടെ വെയിലാറുന്നതിന് മുമ്പ് എന്താണ് ചെയ്തത്? What was man doing in the heat of the day? അവിടെ മനുഷ്യൻ അങ്ങനെ വെയിലാറുന്നതിന് മുമ്പ് എന്താണ് ചെയ്തത്? Man was tending and keeping the garden. മനുഷ്യൻ അവിടെ ആ തോട്ടത്തെ കാത്തുകൊണ്ടിരുന്നു. And so is God. God has some work to do. അതുപോലെ തന്നെ ദൈവത്തിനും ചില പ്രവൃത്തികളുണ്ട്. So what would come in the cool of the day? അതുകൊണ്ട് വെയിലാറുമ്പോൾ ദൈവം അവിടെ വരുമ്പോൾ To discuss with men what man did and what God did. അവിടെ ദൈവം എന്ത് ചെയ്തു മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് ചർച്ച ചെയ്യുവാനായി. The garden had the presence of God. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. Adam failed in his assignment because he did not build the house of God. ദൈവത്തിൻ്റെതായിട്ടുള്ള ഭവനം ആദാം പണിയാഞ്ഞതിനാൽ ആദാം ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പദ്ധതിയിൽ പരാജയപ്പെട്ടു. John 2 verse 19 says. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 19-ാമത്തെ വാക്യം നാം കാണുന്നത് Jesus is saying, destroy this temple and in 3 days I will raise it up. യേശു പറയുകയാണ് ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. You know, Jesus built a temple of the Lord on the inside of him which no man can destroy. യേശു ആണെങ്കിൽ മനുഷ്യന്റെ അകത്ത് പണിയുന്ന മന്ദിരത്തെ ഒരു മനുഷ്യനും തകർക്കുവാൻ കഴിയുകയില്ല. Because it was the house of God. കാരണം അത് ദൈവഭവനമാണ്. Hallelujah. The house of God which hosts the presence of God cannot be destroyed. ദൈവത്തിന്റെ ഭവനം
ഭവനം അത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത് ഒരു വ്യക്തിക്കും തകർക്കുവാൻ കഴിയുകയില്ല. If you want God to tabernacle with you, you have to build a house for Him. ദൈവം നിങ്ങളുടെ അകത്ത് കൂടാരം അടിച്ച് പാർക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഭവനം ഉണ്ടാക്കണം. I am not talking about this building. ഞാൻ ഈ കെട്ടിടത്തെ കുറിച്ചല്ല പറയുന്നത്. I'm talking on the house of God on the inside of you. എന്നാൽ നാം ഓരോരുത്തരിലുമുള്ള ആ ദൈവഭവനത്തെ കുറിച്ചാകുന്നു ഞാൻ പറയുന്നത്. As a son, Jesus built a house for the Lord, ആ ദൈവത്തിന്റെ മകൻ എന്നുള്ള രീതിയിൽ യേശു ആ ദൈവഭവനം ഉണ്ടാക്കി, which cannot be destroyed. അത് തകർക്കുവാൻ കഴിയുകയില്ല. Solomon built a house for the Lord. ശലോമോൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിതു. Hallelujah. ഹല്ലേലൂയ. That was filled with the glory of God. അത് ദൈവത്തിന്റെ മഹത്വത്താൽ നിറഞ്ഞു. But that glory departed. എന്നാൽ ആ മഹത്വം അവിടെ നിന്ന് വിട്ടുപോയി. And then that house of God was taken down. അതിനുശേഷം ആ ആലയം തകർന്നുപോയി. Let me tell you, a house of God where the glory of God departs, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെതായിട്ടുള്ള മഹത്വം വിട്ടുപോകുന്ന ദൈവത്തിന്റെ ഭവനം, it was just a concrete structure. അത് ഒരു കോൺക്രീറ്റ് ഒരു കെട്ടിടം മാത്രമാണ്. What made it a house of God is the presence of God. അതിനെ എന്താകുന്നു ഒരു ദൈവഭവനമാക്കുന്നത്? അത് ദൈവത്തിന്റെ If സാന്നിധ്യമാണ്. the presence leaves, ആ സാന്നിധ്യം വിട്ടുമാറി Solomon's temple became a concrete structure. ശലോമോന്റേതായിട്ടുള്ള ആലയം എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് കെട്ടിടം മാത്രമാവുകയാണ്. You who are God's temple, നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാകുമ്പോൾ, if God's presence leaves you, ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം വിട്ടുമാറിയാൽ we are just flesh and blood. നിങ്ങൾ വെറും ജഡരക്തമായി ഒതുങ്ങിപ്പോകുന്നു. Hallelujah. ഹല്ലേലൂയ. As a New Testament Christian, ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയാകുന്ന നാം, God wants everyone to build a house for the Lord. ദൈവത്തിന്റെ ആഗ്രഹം നാം ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി ഒരു ഭവനം പണിയുവാനാകും. Many expect the pastor and prophet to build your house for the Lord. പലരും ചിന്തിക്കുന്നത് പാസ്റ്ററും പ്രവാചകനും വന്ന് നിങ്ങളുടേതായിട്ടുള്ള ഭവനം പണിയണമെന്നാണ്. It takes my lifetime for me to build a house for the Lord. ദൈവത്തിന് വേണ്ടിയുള്ള ഭവനം എനിക്ക് പണിയണമെങ്കിൽ അത് തന്നെ എന്റെ ജീവിതകാലം എടുക്കും. So I am engrossed in building a house for the Lord on the inside of me. അതുകൊണ്ട് എന്റെ അകത്തുള്ള ഭവനത്തെ പണിയുവാൻ ഞാൻ സമയമെടുക്കും. And I want to assure you, I can only help you to build a house. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ്, നിങ്ങളുടെ ഭവനം പണിയുവാനാണ് എനിക്ക് സഹായിക്കുവാൻ കഴിയും. That maybe equip you with the word of God. ദൈവവചനത്താൽ നിങ്ങളെ ബലപ്പെടുത്തുവാനായി. But in the end of the day, it is your responsibility to build a house for the Lord. എന്നാൽ അവസാനമായിട്ട് ദൈവത്തിന് വേണ്ടി ഒരു ഭവനം പണിയുവാനുള്ള ഉത്തരവാദിത്തം അത് ഓരോരുത്തരുടെ മേലും ഉള്ളതാണ്. In Haggai chapter 1 verse 1 to 5. ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 5-ാമത്തെ വാക്യം, 1 to 5. ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, Because of the lack of time, I'm not going through every scripture. ഞാൻ ഓരോ വാക്യങ്ങളിലേക്കും സമയക്കുറവ് കൊണ്ട് പോകുന്നില്ല. There's a peculiar type of people. അത് പ്രത്യേകമായിട്ടുള്ള ഒരു കൂട്ടമാണ്. The people is saying it is not time for God to live in a house. അപ്പോൾ ആ വ്യക്തികൾ പറയുകയാണ്, ദൈവത്തിന്റെ ഭവനങ്ങളിൽ താമസിക്കുവാൻ സമയമായിട്ടില്ല. For example, ഉദാഹരണത്തിന് I am telling brother Jeevan here, ഞാൻ ഇവിടെ സഹോദരൻ ജീവനോട് പറയുകയാണ്, Jeevan is not time to live in a house. ജീവന ഭവനത്തിൽ താമസിക്കാൻ സമയമായിട്ടില്ല. How would Jeevan think? അപ്പൊ ജീവൻ എന്ത് ചിന്തിക്കും? Is this guy mad? ഈ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Now the same people is telling God it's not time for you to live in a house. അതുപോലെ തന്നെ വ്യക്തികൾ ഇപ്പോൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ താങ്കൾക്ക് ഭവനത്തിൽ ജീവിക്കുവാൻ സമയമായിട്ടില്ല. God's house is in ruins. ദൈവത്തിന്റെ ഭവനം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. But the Bible says they were living in well-paneled houses. എന്നാൽ തിരുവചനം പറയുകയാണ്, ജനങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുകയായിരുന്നു. And they are telling God it's not time for you to live in a house. എന്നിട്ട് അവർ ദൈവത്തോട് പറയുകയാണ്, ദൈവത്തിന് അങ്ങനെ ഭവനങ്ങളിൽ ജീവിക്കാൻ സമയമായിട്ടില്ല. I appreciate their guts. അവരുടേതായിട്ടുള്ള തന്റെ ഇടം ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. See, God doesn't have a problem with our good houses. നമ്മുടെ നല്ല ഭവനങ്ങൾക്ക് സംബന്ധിച്ച ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. But God has a problem when his house on the inside of you is in ruins. എന്നാൽ ദൈവത്തിന്റെ ഭവനം നിങ്ങളുടെ അകത്തുള്ള, നമ്മളെ അകത്ത് ഓരോരുത്തരിലും അകത്തുള്ള ഭവനം അത് തകർന്നു കിടക്കുകയാണെങ്കിൽ പ്രശ്നമുണ്ട്. That he did not tolerate with the people of Israel. അത് ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവം അത് അംഗീകരിച്ചില്ല. Nor will he tolerate with you and I. അതോടൊപ്പം തന്നെ ദൈവം നാമുമായിട്ടും അത് അംഗീകരിക്കുകയില്ല. The Bible says, തിരുവചനം പറയുന്നു, God is saying, consider your ways. ദൈവം പറയുന്നു, നിങ്ങളുടെ വഴികളെ നിങ്ങൾ ഓർക്കുക. Build the temple. ആലയം പണിയുക. So I will be glorified in it. അതിനാൽ ഞാൻ അതിൽ മഹത്വപ്പെടും. If God wants each one of you to build a dwelling place to the Lord. ദൈവത്തിന് ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള ഭവനങ്ങളെ പണിയണമെങ്കിൽ, hallelujah, hallelujah, if you are building a God's house on the inside of you, നിങ്ങളുടെ അകത്ത് നിങ്ങൾ ദൈവത്തിന്റെ ഭവനം പണിയുമെങ്കിൽ, let me tell you, God will take his place. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം അതിൽ ദൈവത്തിന്റെ സ്ഥാനം എടുക്കും. He will take it.
ദൈവം അതിന്റെ സ്ഥാനമെടുക്കും. And what will happen is the glory will come down just like how it happened the days of Solomon. അതിന്റെ ഫലമായിട്ട് ശലോമോന്റെ കാലങ്ങളിൽ നടന്നതുപോലെ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുവാൻ കാരണം. Hallelujah. Hallelujah. So I want to tell you, consider your ways. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വഴികളെ നിങ്ങൾ നോക്കുക. Build the temple of the Lord inside you. നിങ്ങളുടെ അകത്തുള്ള ദൈവത്തിന്റെ ആലയത്തെ നിങ്ങൾ പണിയുക. God will tabernacle. ദൈവം അവിടെ വസിക്കും. Solomon had a desire to build the house of the Lord. ശലോമോന് ദൈവത്തിന്റെ ആലയം പണിയുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. In fact, it was David's desire. അത് ദാവീദിന്റെ ആഗ്രഹമായിരുന്നു. You know, when the people were in the wilderness and living in tents, God lived in tents. വ്യക്തികൾ മരുഭൂമിയിൽ ജീവിച്ച് ആലയങ്ങളിൽ അല്ലെങ്കിൽ കൂടാരങ്ങളിൽ പാർത്തപ്പോൾ, But in the wilderness, God could have built a palace. എന്നാൽ ദൈവത്തിന് വേണമെങ്കിൽ അവിടെ ഒരു കൊട്ടാരം But പണിയാമായിരുന്നു. God lived in tents. എന്നാൽ ദൈവം അവരോടൊപ്പം കൂടാരങ്ങളിൽ But പാർത്തു. when they moved to the promised land, എന്നാൽ വാഗ്ദത്ത ദേശത്തേക്ക് അവർ പോയപ്പോൾ, and when David took hold of Zion, ദാവീദ് സിയോനെ എടുത്തപ്പോൾ, the promise of God for the promised land was fulfilled. ദൈവത്തിൻ്റെതായിട്ടുള്ള വാഗ്ദത്തം ആ വാഗ്ദത്ത ദേശത്തെ കുറിച്ചുള്ള നിവൃത്തിയായി. And now David is prophetically thinking, ഇപ്പോൾ ദാവീദ് പ്രവചനാത്മകമായി we are ചിന്തിക്കുകയാണ്. living in a good place. നിങ്ങൾ നല്ല സ്ഥലത്ത് ജീവിക്കുന്നു. In the wilderness, God lived with us in the tents. ദൈവം അപ്രകാരം ആ മരുഭൂമിയിൽ കൂടാരത്തിൽ പ്രാർത്തു. Now is the time for God to have a house. ആ സമയത്ത് ഇനിയിപ്പോൾ ദൈവത്തിന് ഭവനം ഉണ്ടാകേണ്ട സമയമാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. You understand that? നിങ്ങളത് So മനസ്സിലാക്കുക. when God then came and dwelled in the temple that Solomon built. അതുകൊണ്ട് അങ്ങനെ ദൈവം വന്ന് ശലോമോന്റേതായുള്ള ആലയത്തിൽ വസിക്കുകയാണ്. And I want to tell you, there is a tabernacle in the eternity. അതോടൊപ്പം തന്നെ നിത്യതയോളം അങ്ങനെ ഒരു കൂടാരമുണ്ട്. Forever God will live with his people. എന്നേക്കുമായിട്ട് ദൈവത്തിന് വസിക്കുവാനായി. Forever. A എന്നേക്കുമായി heavenly tabernacle. സ്വർഗീയമായിട്ടുള്ള കൂടാരം. Hallelujah. ഹല്ലേലൂയ. Rukhabara shadaran dhararan. How many of you are excited by that? Hallelujah. എത്ര പേര് അതിൽ വലിയ സന്തോഷത്തോടെ ആയിരിക്കും. You know, this tabernacle is the place to host the glory of God. ഈ കൂടാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തെ വഹിക്കുവാനുള്ള സ്ഥലമാണ്. In Exodus 40, God's glory was revealed. പുറപ്പാട് പുസ്തകത്തിന്റെ 40-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള തേജസ് വെളിപ്പെട്ടു. When Solomon built the temple, ശലോമോൻ ആലയം പണിതപ്പോൾ, the Bible says God's glory came down. തിരുവചനം പറയുന്നു ദൈവത്തിൻ്റെതായിട്ടുള്ള തേജസ് വെളിപ്പെട്ടു. When Jesus was tabernacling among his people, യേശു തന്റെ ജനത്തിന്റെ ഇടയിൽ വസിച്ചപ്പോൾ, oh, he beheld the glory of the Father. താൻ പിതാവിൻ്റെതായിട്ടുള്ള ആ മഹത്വത്തെ കാണുവാനിടയായി. A tabernacle of God ദൈവത്തിൻ്റെതായിട്ടുള്ള കൂടാരം will attract the glory of God. അത് ദൈവത്തിന്റെ മഹത്വത്തെ ആകർഷിക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. And God is prophetically telling us in Haggai chapter 2. ദൈവം ഹഗായിയുടെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ വളരെ പ്രവചനാത്മകമായിട്ട് പറയുകയാണ്. The glory of the latter house. പിൻകാലത്തേക്കുള്ള മഹത്വം. Haggai 2 verse 9. 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. The glory of this latter temple ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം shall be greater than the former. മുൻപിലത്തേതിലും വലുതായിരിക്കും. Who is saying this? The Lord of hosts. ഇത് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. Oh, he says, in that place I will give my peace. അവിടെ എന്റേതായിട്ടുള്ള സമാധാനം ഞാൻ നൽകുമെന്ന് പറയുകയാണ്. Says the Lord of hosts. അവിടെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുകയാണ്. Hallelujah. ഹല്ലേലൂയ. Your glory നിങ്ങളുടേതായിട്ടുള്ള മഹത്വം is nothing compared with the glory that Solomon saw. ശലോമോൻ കണ്ടതായിട്ടുള്ള മഹത്വമായിട്ട് താരതമ്യം ചെയ്യുവാനേ കഴിയുകയില്ല. It will be an ever increasing glory. അത് എന്നേക്കും വർദ്ധിക്കുന്നതായിട്ടുള്ള മഹത്വം. You know, Moses had a journey in the Bible. മോശയ്ക്ക് ഈ ബൈബിളിൽ ഒരു യാത്രയുണ്ടായി. In Exodus chapter 3, പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ God told him to take off your sandals. ദൈവം തന്നോട് പറയുകയാണ് തന്റെ ചെരുപ്പുകളെ മാറ്റിവെക്കുവാനായി. He started there. അവിടെ തുടങ്ങി. But then he said to God, എന്നാൽ അതിനുശേഷം I താൻ want to see ദൈവത്തോട് God's പറയുകയാണ് എനിക്ക് ദൈവത്തിന്റെ മഹത്വം കാണണം. and he just saw the back of God. അതിനുശേഷം ദൈവത്തെ കേൾക്കുവാൻ തുടങ്ങി. But in Exodus 33, എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ 33-ൽ the one who said that any man who sees my face will die, എന്നെ അഭിമുഖമായി കാണുന്ന ഏതൊരു മനുഷ്യനും മരിക്കുമെന്ന് പറയുന്നത് പോലെ, because he was moving with God, ദൈവത്തോടൊപ്പം താൻ ചലിച്ചതുകൊണ്ട്, the Bible says he was talking with God face to തിരുവചനം face. പറയുന്നത് മോശ അഭിമുഖമായി ദൈവത്തോട് സംസാരിച്ചു. The good news is Moses did not die. അതിന്റെ ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത് മോശ മരിച്ചില്ല. The people was at a distance. വ്യക്തികൾ അകലം പാലിച്ചു. They liked the promised land promise.
അവർക്ക് വാഗ്ദത്ത ദേശം ഇഷ്ടപ്പെട്ടു. The land with milk and honey, they wanted that. അവിടെ പാലും തേനും ഒഴുകുന്ന ആ വാഗ്ദത്ത ദേശത്തിന്റെ വാഗ്ദത്തം അവർക്ക് ഇഷ്ടപ്പെട്ടു. But Moses chose face to face with God. എന്നാൽ മോശ അഭിമുഖമായി ദൈവത്തോട് സംസാരിച്ചപ്പോൾ, I don't have time to go through every scripture. എല്ലാ വാക്യങ്ങളെ കുറിച്ച് പറയുവാൻ എനിക്ക് സമയമില്ല. But in Exodus 33, എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിന് 33 Moses' tent became a meeting place with God. മോശയുടേതായിട്ടുള്ള കൂടാരം ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുടെ സ്ഥലമായി മാറി. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. That is what you and I are. അതാകുന്നു ഞാനും നിങ്ങളും. Hallelujah. Hallelujah. God wants to reveal himself. ദൈവത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ട്. Call him while he is near. ദൈവം അടുത്തുള്ളപ്പോൾ വിളിക്കുക. Hallelujah. After we die, നാം മരിച്ചു പോകുമ്പോൾ we cannot call him after that. അതിനുശേഷം പിന്നെ ദൈവത്തെ വിളിക്കാൻ കഴിയുകയില്ല. Call him while he is near. ദൈവം അടുത്തുള്ളപ്പോൾ വിളിക്കുക. He is near. ദൈവം അടുത്തുണ്ട്. He wants to come near to you. ദൈവം നിങ്ങളുടെ അടുക്കൽ വരുവാൻ. I want the worship team on the stage, please. വർഷിപ്പ് ടീം സ്റ്റേജിൽ വരാമോ? This every eye closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. How many of you desire a presence of God like never before? മുൻപത്തേക്കാൾ അധികമായി എത്ര പേർ ദൈവത്തിന്റെ സാന്നിധ്യമാകും? As an act of faith, would you just want to rise up and come forward? ഒരു വിശ്വാസത്തിന്റെ ചുവടെന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് മുൻപോട്ട് കടന്നു വരാമോ? This is not, presence of God is not for pastors or prophets. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് പാസ്റ്റർമാർക്കും പ്രവാചകന്മാർക്കും മാത്രമുള്ളതാണ്. I am yet to see one scripture that says it is only for those people. അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ളതാണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. ഞാൻ അങ്ങനെ ഒരു വാക്യം ഇതുവരെ കണ്ടിട്ടില്ല. The desire of God is not even not to be on the stage, to be here with the people. ദൈവത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഈ സ്റ്റേജിലുള്ള വ്യക്തികളുടെ മാത്രമായിരിക്കാനല്ല. God wants to be among the people. ദൈവം എല്ലാവരോടും കൂടെ ആകുവാൻ ആഗ്രഹിക്കുന്നു. I want you to make a commitment to the Lord. ദൈവത്തോട് നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് കയറാമോ? Make me a tabernacle of the Lord. ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കൂടാരമായി എന്നെ മാറ്റാമോ? Make me a vessel. കർത്താവിന്റെ പാത്രമായി എന്നെ That മാറ്റണമേ. would hold your presence, God. അങ്ങയുടേതായിട്ടുള്ള സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കുന്ന. Oh. I sense a healing presence of God today. ദൈവത്തിന്റെ സൗഖ്യമാക്കുന്നതായിട്ടുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ട്. I sense God is taking out some orphan spirits. ദൈവം അനാഥത്വത്തിന്റെ ചില ആത്മാക്കളെ പുറത്തു കൊണ്ടിരുന്നതായിട്ട് ഞാൻ കാണുന്നു. ഒരു അനാഥനാന്ന് എപ്പോഴാ തോന്നുന്നറിയോ? എനിക്ക് ആരും ഇല്ലെന്ന് തോന്നുമ്പോഴാ. Do you know when do you feel that you are an orphan? It is when you feel that there is no one for me. എന്റെ കൂടെ വരുവാൻ ആരുമില്ല. There is no one to walk with me. That's a lie of the enemy. അത് പിശാചിന്റേതായിട്ടുള്ള നുണയാണ്. Hallelujah. He wants to walk with you. ദൈവം നിങ്ങളോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവന്റെ നാമം ഇമ്മാനുവൽ എന്ന് പറയുന്നത്. That's why he is called Emmanuel. It means God with us. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമാകും. കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കൊതിയാണപ്പാ 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 നിൻ സാന്നിധ്യത്തിൽ മറയാ.
Father, that you would speak to each one of them. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഓരോരുത്തരോടും ഇടപെടണമേ. Hallelujah. ഹല്ലേലൂയ. Lord, you should be in the midst of our lives, Lord. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന്റെ മധ്യത്തിലായിരിക്കും. That is your desire, Daddy. അത് അങ്ങയുടെ ആഗ്രഹമാണ്. And we want to say yes to that desire. അതിനോട്, ആ ആഗ്രഹത്തോട് ഞങ്ങൾ ഉവ്വെന്ന് പറയും. In the midst of our lives, ഞങ്ങളുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ, in the depths of our heart, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ, in the midst of this church, Lord, ഈ സഭയുടെ മധ്യത്തിൽ you would come അങ്ങ് വരണമേ. and tabernacle അങ്ങ് കൂടാരമടിച്ച് പാർക്കണം. and dwell among us, Father. And dwell among us. അത് ഞങ്ങളുടെ ഇടയിൽ വസിച്ച്, Forgive us because we have lived as if you never existed. അങ്ങ് ഇല്ലാത്തതുപോലെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. Forgive us, Lord. ഞങ്ങളോട് ക്ഷമിക്കണമേ. But we want to center our lives around you, Lord. എന്നാൽ ഞങ്ങൾക്ക് അങ്ങയോടൊപ്പം ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. We want to submit to living our lives under you. കർത്താവെ, അങ്ങയോട് വിധേയപ്പെട്ട് പൂർണ്ണമായും സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. Hallelujah. ഹല്ലേലൂയ. I sense the Lord. കർത്താവ്, ഞാൻ ഇങ്ങനെ കേൾക്കുന്നു, കീഴ്പ്പെടാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് those who are not able to surrender, the Lord is helping you to surrender. കർത്താവ് വിധേയപ്പെടുവാൻ സഹായിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Father. നന്ദി പിതാവേ. Can we give a big clap to the Lord? താൻ നല്ല ഒരു കരമടി നൽകി. Hallelujah. ഹല്ലേലൂയ. He lived in a tent. കർത്താവ് കൂടാരത്തിൽ ജീവിച്ചു. He lived on the earth. കർത്താവ് ഭൂമിയിൽ ജീവിച്ചു. And even before that, he lived in a tent. അതോടൊപ്പം തന്നെ കർത്താവ് അതിന് മുമ്പാകെ തന്നെ കൂടാരത്തിൽ ജീവിച്ചു. And now he is living on the inside of us. ഇപ്പോൾ നമ്മുടെ അകത്ത് വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I have thought God has much better places to live. ഞാൻ ചിന്തിക്കുന്ന ദൈവത്തിന് മികച്ചതായിട്ടുള്ള മറ്റു ഒത്തിരി സ്ഥലങ്ങളുണ്ട് ജീവിക്കാൻ. But he chose us. എന്നാൽ നമ്മെ തിരഞ്ഞെടുത്തു. Hallelujah. ഹല്ലേലൂയ. Today God is living on the inside of all of you. ദൈവം നിങ്ങൾ ഓരോരുത്തരുടെ അകത്തും വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. And I wanted to prophetically declare the scripture over you. ഈ വാക്യം ഞാൻ നിങ്ങളുടെ മേൽ പ്രവചിക്കുകയാണ്. John 1 verse 14. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. I want all of you to respond to this. നിങ്ങൾ പ്രതികരിച്ചാൽ Just raise your hands up. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി. And the word became flesh വചനം ജഡമായി തീർന്നു. and tabernacled among us. നമ്മുടെ ഇടയിൽ പാർത്തു. And I beheld his glory, and I beheld his glory. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. The glory as of the only begotten of the Father. പിതാവിൽ നിന്ന് ഏകജാതനായവൻ. Full of grace. കൃപയും സത്യവും നിറഞ്ഞവൻ. Full of truth. കൃപയും സത്യവും നിറഞ്ഞവൻ. That is how we want to live our lives, Lord. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. Let that light shine out, Lord. കർത്താവേ, അത് പ്രകാശിക്കട്ടെ. As we go out into this world, ഞങ്ങൾ ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ let the people see the tabernacle of God. അങ്ങയുടെ വ്യക്തികൾ അങ്ങയുടേതായിട്ടുള്ള കൂടാരത്തെ കാണട്ടെ. And the whole nations of the world അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും will come and bow down before you അങ്ങേക്ക് മുമ്പാകെ അവർ കുമ്പിടട്ടെ. and say that you are God. അങ്ങാകുന്നു ദൈവമെന്ന് പറയട്ടെ. Hallelujah. ഹല്ലേലൂയ. Thank you so much. You can go back to your seats. നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം. Praise God. നന്ദി കർത്താവേ. Let's just quickly close the word of prayer. Father, we thank you that you are here. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. കർത്താവേ, അങ്ങ് ഇവിടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. And God, help us to live that kind of life that you want us. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. That you being in the midst of us. അങ്ങ് ഞങ്ങളുടെ മധ്യയായിരിക്കുമ്പോൾ. Hallelujah. ഹല്ലേലൂയ. You have rescued us from the Pharaoh അങ്ങ് ഫറവോനിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. and have brought us into the kingdom of light. ഇപ്പോൾ പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. And we want you in our midst, God. ഇപ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യയാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Hallelujah. In Jesus' mighty name I pray. Amen. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.